1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 8020. സമൃദ്ധ ചേച്ചിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന എന്നോട് പറഞ്ഞോ? ഞാൻ ഇതുവരെ എന്നെ ആരും ഇമിറ്റേറ്റ് ചെയ്യുന്ന ആണോ? എന്നാ ഇത് ആദ്യമേ ചരിത്രത്തിൽ ചരിത്രത്തിൽ മല്ലു സിംഗിലെ ഒരു ഉണ്ണിമുകുന്ദൻ ചേട്ടൻ പശുവിനെ കറക്കത്തില്ലേ, ആ സമയത്ത് എന്താ ഹരിയേട്ടാ അറിയാത്ത പണിക്ക് പോയത്? കറന്നു വെച്ച പാലും പോയി. ഇനിയിപ്പൊ അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ലടി കിട്ടും, നോക്കിക്കോ. ഇപ്പൊ കറക്കിക്കൊണ്ടിരുന്നോ? അറിഞ്ഞോ, നാളെ എന്നൊരു കൂട്ടര് കാണാൻ വരുന്നുണ്ട്. അച്ഛൻ നാണുവാശനോട് പറയുന്നത് കേട്ടതാ. നല്ല തറവാട്ടുകാരാണ് അത്രേ, നല്ല ജോലിയും കാണാനും സുന്ദരൻ. പിന്നെ നമ്മുടെ ആനന്ദേട്ടനെ മുരളിച്ചേട്ടനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതൊന്ന് അവർ രണ്ടുപേരും സത്യം പറഞ്ഞാത്ത മെയിന്. മൈക്ക് പിടിച്ചേരണം, പിടിച്ചേരണം. ഇടയ്ക്കൊരു മൂളലുണ്ട്. അല്ല, അതാരാണ്? മുരളിയാണോ? അത് മുരളി. അടുത്തത് അപ്പുറത്തിരിക്കുന്നെങ്കിൽ ഭയങ്കര ഗൗരവം. എന്തൊരു സന്തോഷം നോക്കാം. അല്ല, ഈ ചേട്ടനെ പറ്റിയാണ് ഞാനൊരു റീലില് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ ജീവിതം ഒന്നുള്ളൂ, ഏത് നേരം ഇങ്ങനെ ഇരിക്കാ, ഭയങ്കര വൈറലായ റീല് നമ്മുടെ ആനന്ദേട്ടന്റെ. അതെ, വേറൊരു അങ്കിൾ ഉണ്ട് കീബോർഡ് വായിക്കുന്നത്. അതെങ്ങനെയാ? രജിത്ത് രജിത്ത. അത് മോളെ തലേ ദിവസം ഉറക്കമില്ലാതെ സുശാന്ത് ഏട്ടനെ കാണിക്കോ? സുശാന്ത് ഏട്ടന് അങ്ങനെ ഒത്തിരി എക്സ്പ്രഷൻ ഒന്നുമില്ല. കാവ്യാത്മകമാ. ചുമക്കാരനാണ്. അല്ല, ഗായത്രി ചേച്ചിനെ കൂടെ കാണിച്ചാ, ഞാൻ കണ്ടിട്ടില്ല. മോളെ എന്ത് രസായിട്ടാ പാടിയത്, നല്ല ബോൾഡായിട്ട് പാടി കേട്ടോ. എന്ത് രസായിരുന്നു, ഗുഡ് ഫീലായിരുന്നു. അറിയോ, എന്താ പറയാ, പാനി പോലെ. അതിന്റെ മലയാളം എന്തായിരുന്നു? വെള്ളം പോലെ. അതന്നെ, വെള്ളം പോലെ. എന്ത് രസായിട്ടാ പാടിയത്. പിന്നെ ഇതിന്റെ രാഗം ചേർന്നുള്ള ഒരു ഹിന്ദി പാട്ടുണ്ട്, ഞാൻ പാടിത്തരാമേ. ശ്രുതി ഒന്ന് ഇടോ.